ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടീച്ചർ ലെസൺ എന്ന കൊറിയൻ ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ കുറെ അലമ്പ് പയ്യന്മാര് ഡ്രഗ്സ് ഒക്കെ അടിച്ച് ആകെ സീനാക്കിയ കാരണം കൊണ്ട് ഇപ്പൊ ERPBയുടെ റൂൾ പ്രകാരം എല്ലാ സ്കൂൾസിലുള്ള പിള്ളേരുടെയും ബ്ലഡ് സാമ്പിൾ ചെക്ക് ചെയ്തിട്ട് അതിൽ ഈ ഡ്രഗിന്റെ ഒക്കെ അംശങ്ങൾ ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അടുത്തതായിട്ടുള്ള അവരുടെ മിഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു വലിയ സ്കൂളിലാണ്. ആ ഒരു സ്കൂളിലാകട്ടെ എസ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ് റൂം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് റൂമിലാകട്ടെ ആ ഒരു ഹോൾ സ്കൂളിന്റെ തന്നെ ക്ലാസ് ടോപ്പേഴ്സ് മാത്രം പഠിക്കുന്ന, അവർക്ക് ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ നടത്തുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആയിരുന്നു. മാത്രമല്ല, ഇവിടെ നിന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ നേരെ മെഡിക്കൽ കോളേജസിലേക്കൊക്കെയാണ് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്. സോ ചെറുപ്പം മുതലേ ഈ ഒരു മെഡിക്കൽ സ്കൂളിലേക്ക് കയറാനായിട്ട് ആഗ്രഹം വെച്ച് അതിനുവേണ്ടി അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേരാണ് ഈ ഒരു എസ് ക്ലാസ്സിൽ ഉള്ളത്. ഇതേ നേരം തന്നെ നമ്മുടെ ERPയുടെ ഇൻസ്പെക്ടേഴ്സ് ഇപ്പൊ അവിടേക്ക് വരുമ്പോൾ ആ ഒരു എസ് ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു എക്സാം അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ നേരം ആ ഒരു സ്റ്റുഡൻസിൽ ഹൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ എന്തോ വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നതും അവന്റെ കണ്ണൊക്കെ ആകെ റെഡ് ആയിട്ട് ഇരിക്കുന്നതും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടുമ്പോൾ അവൻ എന്തൊക്കെയോ ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതും അവൻ ആ ഒരു എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് ജയിച്ച് അവന്റെ പാരന്റ്സിന് മുമ്പിൽ വളരെ പ്രൗഡായിട്ട് നിന്ന് പെട്ടെന്ന് തന്നെ അവനൊരു താഴേക്ക് വീഴുന്നതൊക്കെ ആയിട്ട് അവനങ്ങനെ ഹാലുസിനേറ്റ് ചെയ്യുകയും തൊട്ടടുത്ത നിമിഷം തന്നെ അവനിപ്പോൾ ബോധം കിട്ട് താഴേക്ക് വീഴാണ്. അങ്ങനെ ഇത് കണ്ട് ERPബിൽ ഇൻസ്പെക്ടേഴ്സ് ഇപ്പൊ വേഗം തന്നെ അവിടേക്ക് എത്തുമ്പോൾ അവന്റെ മൂക്കിൽ നിന്ന് ഇപ്പൊ ബ്ലഡ് വരുന്ന കാരണം കൊണ്ട് അവർ വേഗം തന്നെ അവനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം അറിയുന്ന നമ്മുടെ ഹണ്ണിന്റെ അമ്മയാകട്ടെ വേഗം തന്നെ അവിടേക്ക് ഓടിയെത്തി ടെൻഷൻ അടിച്ചിട്ട് അവരുടെ മകന്റെ അടുത്ത് നീ ഓക്കെ ആടോ, നിനക്ക് എക്സാം എഴുതാൻ പറ്റുമെന്നാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. അതായത് തന്റെ മകന്റെ ഹെൽത്തിലായിരുന്നില്ല അവന്റെ അമ്മ വെറീഡായിട്ട് ഇരിക്കുന്നത്, പകരം അവൻ ആ ഒരു എക്സാം എഴുതുമെന്നുള്ള ഒരു ടെൻഷനായിരുന്നു അവന്റെ അമ്മയ്ക്ക്. മാത്രമല്ല, തനിക്ക് എന്തൊക്കെയോ ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവന്റെ അമ്മ ഇപ്പോൾ അവനോട് ആ ഒരു എക്സാം എഴുതാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നീ ഒരു മരുന്ന് കഴിക്ക്, എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രത്യേകതരം മരുന്ന് അവൾ അവനെ എടുത്തു കൊടുത്തിട്ട് നേരെ അവനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ പിന്നീട് ആ ഒരു എക്സാമിനൊക്കെ ശേഷം ഇപ്പൊ ERPബിയിലെ ഇൻസ്പെക്ടേഴ്സ് വന്ന് ആ ഒരു പിള്ളേരുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു സ്കൂൾ ERPബിയുടെ കൺട്രോളാണെന്നും എല്ലാവരും നിങ്ങളുടെ ബ്ലഡും യൂറിൻ സാമ്പിൾസും അവർക്ക് തരണമെന്നും എന്തെങ്കിലും ഡ്രഗിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണെന്നും പറയുമ്പോൾ ആ ഒരു പിള്ളേരാകട്ടെ തങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂഷൻ ഉണ്ടെന്നും ഇതിനു വേണ്ടി ടൈം കളയാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന അതേ നേരം തന്നെ അവരുടെ എല്ലാവരുടെയും പാരൻസ് ഇപ്പം അവിടേക്ക് എത്തുന്നുണ്ട്. അതിൽ ഒട്ടുമിക്ക പേരാകട്ടെ ആ ഒരു സിറ്റിയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയും ബിസിനസ്സുകാരുടെയും ഒക്കെ ഭാര്യമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും പവറുള്ളവരിപ്പോൾ നമ്മുടെ ERPബി ഇൻസ്പെക്ടേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് തങ്ങളുടെ മക്കൾ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും നിങ്ങൾ അതിൽ ഇടപെട്ട് അവരുടെ ശ്രദ്ധ തെറ്റിച്ച് അവർക്ക് ദ്രോഹമൊന്നും ചെയ്യരുതെന്നും അവരെല്ലാവരും ഇപ്പോൾ അവരുടെ മെഡിക്കൽ എക്സാം ക്ലിയർ ചെയ്യാനായിട്ടുള്ള പഠനത്തിലാണെന്നും ഒരു മിനിറ്റ് പോലും അവർക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് ആ ഒരു പാരൻസ് എല്ലാവരും കൂടി ഇപ്പം ഇൻസ്പെക്ടേഴ്സിൻ്റെ അടുത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വാജിനാകട്ടെ നാളെ രാവിലെ അവർ ടെസ്റ്റിന് കയറും മുമ്പ് തന്നെ എല്ലാവരും വന്ന് ERPബിയുടെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അവരുടെ ബ്ലഡും യൂറിനും കൊടുക്കണമെന്നും അല്ലാത്ത പക്ഷം ആ കുട്ടികൾ എക്സാം എഴുതിക്കില്ലെന്നും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയുമ്പോൾ അവനോട് തിരിച്ച് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന പാരൻസ് ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. പോകും മുമ്പ് അവനിപ്പോൾ ഹണ്ണിന്റെ അമ്മോട് പ്രത്യേകമായിട്ട് ഹണ്ണിനെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്നും അവന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇത്തിരി കൺസേണിംഗ് ആണെന്നും പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിലായിട്ട് ആ ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാജിന്റെ ഭാര്യയായിട്ടുള്ള മിസ് ചോയിനെ കൊന്ന ആ ഒരു പ്രതിയെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അവന്റെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ ഒരു കൈ കാണുമ്പോൾ ERPബി കാരനാണോ നിനക്ക് ഒരു മുറിവ് സംഭവിച്ചതെന്നും ഒക്കെ ആ ഒരു നേതാവ് ചോദിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു പയ്യനാകട്ടെ വളരെ പാവം പോലെ താൻ ചെയ്ത മിസ്റ്റേക്ക് ഒക്കെ തനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അവനിപ്പോൾ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഉണ്ടാക്കാറില്ലെന്നും അവന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയെന്നും ഇങ്ങനെ തെറ്റുകൾ തിരുത്തുന്നവർക്ക് ഒരു അവസരം കൊടുക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള പൊളിറ്റീഷ്യൻസിന് മാത്രമേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് അവന് പരോള് അനുവദിക്കുന്നുണ്ട്. ഇതേ നേരം അവനിങ്ങനെ പരോളിന് റിലീസ് ചെയ്ത് വിട്ടു എന്നുള്ളൊരു കാര്യം ഹ്വാജിൻ അറിയുന്നുണ്ടെങ്കിലും അവനിപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ അവന്റെ ഡ്യൂട്ടീസും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം എല്ലാ സ്റ്റുഡൻസും അവരുടെ യൂറിനൊക്കെ ആയിട്ട് ടെസ്റ്റിന് എത്തിയോന്നൊക്കെ നോക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടക്ട് ചെയ്ത ആ ഒരു എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഹണ്ണിന്റെ അമ്മ അവൻ്റെ അടുത്ത് റിസൾട്ട് നോക്കാൻ പറയുകയും അവനാകട്ടെ നല്ല രീതിയിൽ തന്നെ നല്ല മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഏതൊരു സബ്ജക്റ്റിൽ അവന്റെ മാർക്ക് ഒരു ഇത്തിരി കുറയുമ്പോൾ അവന്റെ അമ്മ ഇപ്പോൾ അവനെ എൻകറേജ് ചെയ്യുന്നേക്കാളും പകരം എല്ലാ കുറ്റങ്ങളും അവന്റെ തലയ്ക്ക് ഇട്ടിട്ട് നീ ആ ഒരു മരുന്ന് കഴിക്കാത്തതുകൊണ്ടാണ് നിന്റെ മാർക്ക് കുറഞ്ഞതിനും ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായതും നിനക്ക് വേണ്ടി ഞാൻ എത്രയൊക്കെ കഷ്ടപ്പാടാണ് ചെയ്യുന്നതെന്ന് നീ കാണുന്നില്ലെന്നും നീ മനസ്സിലാക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഇച്ചിരി ഡൗൺ ആയിട്ട് നിന്ന് ഹണ്ണിനെ കൂടുതൽ
കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ഹേർട്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുന്ന അവൻ ഒന്ന് മാറി നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ് നമ്മുടെ ഹണ്ണ് വെറും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ അമ്മ അവന്റെ ആഗ്രഹവും ഇഷ്ടം ഒന്നും തന്നെ നോക്കാണ്ട് അവനെ ഡോക്ടർ ആക്കണമെന്ന് തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവൻ ഓരോ അക്കാഡമിയിലേക്കൊക്കെ ട്യൂഷനായിട്ട് വിടാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനിപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടറിനെ കാണുമ്പോൾ ഹണ്ണിന്റെ ഇതുവരെയുള്ള ഒരു സ്കോറൊക്കെ ഭയങ്കര കുറവാണെന്നും അവന്റെ പ്രായത്തിൽ ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നവർക്കാകട്ടെ വളരെ ഹൈ സ്കോഴ്സ് ആണെന്നും അവരുടെ ഒപ്പം ഒന്ന് നിൽക്കാൻ പോലും ഹണ്ണിന് പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യവും വിഷമവും വാശിയും ഒക്കെ ഒരുമിച്ച് വരുന്ന ഹണ്ണിന്റെ അമ്മയാകട്ടെ ആ ഒരു സ്ഥലത്ത് നിന്ന് വീട് മാറിയിട്ട് അവന് പഠിക്കാനായിട്ടും സ്കൂളിലേക്ക് ഏറ്റവും എളുപ്പത്തിന് പോകാൻ പറ്റുന്നതും ഈ ഒരു മെഡിക്കൽ സ്കൂളിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് വീട് മാറി പോവുകയും അവർ കൊള്ളത്തെല്ലാം വിറ്റുവിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവർ ആ ഒരു വീട്ടിലേക്ക് വന്നത് മുതൽ നമ്മുടെ ഹണ്ണിന്റെ ലൈഫ് ആക്ച്വലി വളരെയധികം പെത്തറ്റിക് ആണ്. അവന് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോലും സമയമില്ലെന്ന് മാത്രമല്ല അവന്റെ റുട്ടീനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കി ഇപ്പോഴിപ്പോഴും പഠിപ്പ് എന്നുള്ളൊരു ചിന്ത മാത്രമേ അവന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇപ്പൊ അവന്റെ അമ്മ അവന്റെ പ്രൈവസി പോലും മാനിക്കാണ്ട് അവന്റെ ഡോറ് പോലും എടുത്ത് കളഞ്ഞിട്ട് അവൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അവന് നേരെ തന്നെ ഫുൾ ടൈം അവനെ ഒബ്സർവ് ചെയ്ത് ഇരിക്കുകയാണ്. ഈവൻ അവന് ഫുഡ് കഴിക്കുമ്പോൾ പോലും അത് ആ ഒരു സ്റ്റഡി ടേബിളിൽ വെച്ച് തന്നെയായിരുന്നു അവന്റെ അമ്മ അവനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതേ നേരം തന്നെ അവനെ പോലെ തന്നെ ഈ മെഡ് സ്കൂളിന് വേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന ഒരുപാട് കുട്ടികളുടെ പാരന്റ്സിനെ ഹണ്ണിന്റെ അമ്മ പേഴ്സണലായിട്ട് പോയിട്ട് മീറ്റ് ചെയ്യുകയും അവരോടൊപ്പം ഫ്രണ്ട്സ് ആവാനും അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും അത് തന്റെ മകന് പറഞ്ഞു കൊടുത്ത് അവന് അഡ്വാൻറ്റേജസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈവൻ അവരുടെ പാരന്റ്സിന്റെ മീറ്റിങ്ങിന്റെ സമയത്ത് അവൾ ഒരു സെർവന്റിന്റെ പോലെ അവർക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുകൊടുത്തിട്ട് അവർ പറയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും എഴുതി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവനിപ്പോൾ ഒരു പ്രൈവറ്റ് ട്യൂട്ടറിനെ വെച്ചിട്ടും അവന്റെ റുട്ടീൻ വളരെയധികം സ്ട്രിക്റ്റ് ആക്കി അവന്റെ ഉറക്ക സമയം കുറച്ചിട്ട് അവന്റെ ഫുഡിന്റെ എമൗണ്ടും കുറച്ചിട്ട് പോലും ഇത്രയും റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടും നമ്മൾ ഹണ്ണിന്റെ മാർക്ക് അത്രയും ലെവലിലോട്ട് വരാത്ത കാരണം കൊണ്ട് ഹണ്ണിന്റെ അമ്മ ഇപ്പോൾ ആ ഒരു റിച്ച് ആയിട്ടുള്ള ലേഡിയെ പോയിട്ട് കണ്ടിട്ട് അവന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ ആ റിച്ച് ലേഡി ഇപ്പോൾ ഹണ്ണിന് ഒരു മരുന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അവന് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നും പക്ഷെ ശ്രദ്ധിച്ച് ഒരു ലിമിറ്റ് വെച്ച് കഴിക്കണമെന്നും അവള് പറയുന്നുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ ആ ഒരു മരുന്ന് കഴിച്ച് അടുത്ത വട്ടം എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ നമ്മളെ ഹണ്ണിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അവന്റെ സ്കോർ വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കേട്ടിട്ട് ആ ഒരു ഹണ്ണിന്റെ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാവുകയും അവൾ വീണ്ടും അവൻ ആ ഒരു ഡ്രഗ് കൊടുക്കാനും തുടങ്ങുന്നുണ്ടായിരുന്നു. ഇത് നേരം തന്നെ ഇപ്പൊ പ്രസന്റില് അവിടെ വന്ന മിക്ക കുട്ടികളുടെയും ബോഡിയിൽ ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അതിന്റെ പ്രസൻസ് ERPB കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഈ ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കുന്ന ഒരു മരുന്നാണെന്നും ഞങ്ങളുടെ പിള്ളേർക്ക് ഇങ്ങനെയുള്ള ഡ്രഗ്സിനൊക്കെ വിശ്വസിച്ച് കൊടുത്തതിനും ERPB ഇപ്പൊ പാരന്റ്സിനോട് എല്ലാവരോടും ചൂടാകുന്നുണ്ട്. പക്ഷെ അവിടെ വന്നിരുന്ന എല്ലാ കുട്ടികളെക്കാളും കൂടുതൽ ആ ഒരു ഡ്രഗിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹണ്ണിന്റെ ബോഡിയിലായിരുന്നു. മാത്രമല്ല അത് കാരണം കൊണ്ട് തന്നെ അവൻ ഒരുപാട് ഫിസിക്കലി പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമല്ല ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ അധികം വൈകാണ്ട് തന്നെ ഈവൻ അവന്റെ മരണം വരെ സംഭവിക്കായിരുന്നു. സോ അങ്ങനെ ഈ ഒരു കാര്യം തിരിച്ചറിയുന്ന ERPBക്ക് ഇപ്പൊ അവരെ അന്വേഷിക്കുമ്പോൾ ഹണ്ണിനെയോ അവന്റെ അമ്മയോ അവിടെ എങ്ങും കാണാനായിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ തന്റെ മകന് ഇത്രയും നല്ല സ്കോർ കിട്ടിയിട്ടും അതൊന്നും പോരാന്ന് വിചാരിക്കുന്ന അവന്റെ അമ്മയാകട്ടെ വീണ്ടും ആ ഒരു റിച്ച് ലേഡിയെ കാണാനായിട്ട് ചെല്ലുകയും അവളോട് ആ ഒരു ഡ്രഗ് തരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു റിച്ച് ലേഡി ആകട്ടെ ഈ സമയത്ത് അത് കൊടുക്കാത്ത കാരണം കൊണ്ട് അവളിപ്പോൾ ഓൺലൈൻ വഴി ഈ ഒരു മരുന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പേര് അവൾക്ക് ഈ ഒരു മരുന്ന് ഇല്ലീഗലായിട്ട് എത്തിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അങ്ങനെ ഇല്ലീഗലായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഹൈ കണക്കിന് മരുന്നുകൾ അവൾ വാങ്ങിക്കുകയും തന്റെ മകന് അതൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽ ഈ ഒരു ഡ്രഗ്സ് കഴിച്ച് തനിക്ക് ഹൈ മാർക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന ഹണ്ണിന് ആ ഒരു ഗുളികകളുടെ അടുത്ത് ഒബ്സഷൻ ഉണ്ടാവുകയും ഇപ്പോൾ അവന്റെ അമ്മ അറിയാണ്ട് പോലും അവൻ ആ ഒരു ഗുളികകൾ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ പ്രസന്റില് ഫിസിക്കലി വളരെയധികം അൺഫിറ്റ് ആകുന്ന ഹണ്ണിന് വീണ്ടും ആ ഒരു ഗുളിക കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി വരികയും അവനതിപ്പോ അവന്റെ അമ്മയുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ നിൽക്കുമ്പോഴേക്കും ERPB ഇപ്പോൾ അവരുടെ ഡോറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മരുന്ന് ഡേഞ്ചറസ് ആണെന്നും ഇനി ഒരു പ്രാവശ്യം കൂടി അത് ഹണ്ണ് കഴിക്കുകയാണെങ്കിൽ അവൻ മരണപ്പെട്ടേക്കാവെന്നും ഉറപ്പുണ്ടായിരുന്ന ERPB ആകട്ടെ ഇപ്പൊ മാക്സിമം ആ ഒരു വാതില് കുത്തി തുറന്ന് ഹണ്ണിനെ ആ ഒരു ഗുളികയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവന്റെ അമ്മയോ അവനോ ആ ഒരു വാതില് തുറക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഈ നേരം ഇമ്മ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് ഇവരുടെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് തക്ക സമയത്ത്
സമയത്തിന് അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് ശേഷം അവന്റെ അമ്മയോട് ഇപ്പൊ ഹ്വാജിൻ വന്ന് സംസാരിക്കുന്നുണ്ട്. അതില് ഈ ഒരു മരുന്ന് കഴിച്ചാൽ തന്റെ മകന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂന്ന് അവൾക്ക് ഓൾറെഡി മുമ്പ് തന്നെ അറിയാമായിരുന്നില്ലേന്നും, കാരണം അതിന്റെ സിംറ്റംസ് ആയിട്ട് പയ്യെ പയ്യെ അവൻ അതിന് അഡിക്റ്റഡ് ആകുന്നതും അവന്റെ നോസ് ബ്ലീഡ് ചെയ്യുന്നതും ഈവൻ അവന്റെ ക്യാരക്ടർ പോലും ചേഞ്ച് ചെയ്യുന്നതൊക്കെ അവന്റെ അമ്മ ശ്രദ്ധിച്ചിരുന്നതാണെന്നും, എന്നിട്ടും തന്റെ മകന്റെ ഹെൽത്ത് പോലും നോക്കാണ്ട് അവനെ ഒരു ഡോക്ടർ ആക്കണമെന്ന് ശരിക്കത്തെ ഒബ്സഷൻ ഇവിടെ ഉണ്ടായിരുന്നത് അവന്റെ അമ്മയ്ക്കാണെന്നും, തന്റെ മകൻ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും അവൾ ആ ഒരു മരുന്ന് അവന് കൊടുത്തത് അതുകൊണ്ടാണെന്നും ഇപ്പൊ ERPVയിൽ ഇൻസ്പെക്ടർ അവളെടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാനായിട്ട് അവൾ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹ്വാജിനാകട്ടെ അവൾ ചെയ്തതിന് ഒരു പണിഷ്മെന്റ് ആയിട്ട്, നിനക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി നീ തന്നെ ആ ഒരു ഡോക്ടർ ആവാനായിട്ടുള്ള എക്സാം എഴുതിയിട്ട് മെഡിക്കൽ സ്കൂളിലേക്ക് കയറിക്കൊള്ളാനും, അതില്ലാത്ത പക്ഷം നിനക്ക് ഒരിക്കലും നിന്റെ മകനെ കാണാൻ പറ്റില്ലെന്നും പറയുന്നുണ്ട്. ആദ്യം അതൊരു കോമഡി ആണെന്നാണ് അവൾ വിചാരിച്ചെങ്കിലും പിന്നീടാണ് അവൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്നും അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം മുതൽ നമ്മുടെ ഇൻസ്പെക്ടറായിട്ടുള്ള ഹ്വാജിനിപ്പോ ഹണ്ണിന്റെ അമ്മയുടെ ഒപ്പം ഇരുന്നിട്ട് ഹണ്ണിന്റെ അമ്മ ഹണ്ണിനെ എത്ര വലിയ ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണോ സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ സെയിം ഷെഡ്യൂൾ തന്നെ ഹ്വാജിനിപ്പോ അവളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നുണ്ട്. രാവിലെ അത്ര മണിക്ക് എഴുന്നേറ്റ് ഇത്ര നേരം പഠിച്ച് ഇത്ര ടൈമിൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങാതെ എണീക്കാതെ ഫുൾ ടൈം കുത്തിയിരുന്ന് പഠിപ്പ് മാത്രമല്ല, ഇവള് ഫുൾ ടൈം നോക്കിക്കൊണ്ട് ഹ്വാജിനും അവളുടെ നേരെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് പാവം നമ്മുടെ ഹണ്ണിനോട് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഹ്വാജിനിപ്പോ അവളുടെ അടുത്തും ചെയ്ത് അവളെ ഒരുപാടും പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഇമ്മും ബൊങ്ങും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹണ്ണിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ആക്ച്വലി തന്നോട് അങ്ങനെ സ്നേഹമൊന്നും ഇല്ലെന്നും, മാത്രമല്ല അമ്മയുടെ ഒടുക്കത്തെ ഈ ഒരു ഒബ്സഷൻ കാരണം കൊണ്ട് പലതവണ അവൻ സൂയിസൈഡ് ചെയ്യാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഗുളിക കഴിക്കുമ്പോൾ അവൻ ഈ ഒരു ചിന്ത മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ ഒരു ഗുളികനെ ഇത്രമാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും, ഇനി എന്തായാലും തനിക്ക് സത്യങ്ങൾ മനസ്സിലായെന്നും ഇനി അങ്ങനെ പോവാതിരിക്കാനായിട്ട് അവൻ ശ്രദ്ധിക്കുമെന്നും അവനിപ്പോ ബൊങ്ങിന്റെയും ഇമ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ഹ്വാജിനാകട്ടെ വീണ്ടും വീണ്ടും അവളിങ്ങനെ പരീക്ഷിക്കുന്നത് കണ്ടിട്ട് മതിയായിട്ട് ലാസ്റ്റ് അവള് പൊട്ടിത്തെറിച്ച് അവന്റെ അടുത്ത് അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തന്റെ മകനെ ഡോക്ടറാക്കാൻ വേണ്ടിയാണ് താൻ ഈ കണ്ട കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചെന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്ന ഹ്വാജിനാകട്ടെ ശരിക്കും ഇവിടെ സാക്രിഫൈസ് ചെയ്തത് അവളല്ലെന്നും, പകരം ചെറുപ്പം മുതൽ നിന്റെ ഇഷ്ടം അവന്റെ മേലെ അടിച്ചേൽപ്പിച്ച ഹണ്ണാണ് ഇവിടെ ശരിക്കും ഇരയായതെന്നും, അവനാണ് ഒരുപാട് സാക്രിഫൈസ് ചെയ്തതെന്നും ഹ്വാജിനിപ്പോ പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ ഒരു കുഞ്ഞായിരുന്നപ്പം മുതൽ അവന്റെ ഇഷ്ടം ഒരു തവണ പോലും അവരുടെ ചോദിക്കാണ്ട് അവൻ വലുതാവുമ്പോൾ ഡോക്ടർ ആവണം എന്ന് അവൾ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഹ്വാജിൻ അവളെ ഹണ്ണിനെ കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അപ്പോഴും ഹണ്ണിന്റെ അമ്മ അവന്റെ അടുത്ത് ചോദിക്കുന്നത് അവന്റെ പഠിപ്പിനെ പറ്റി മാത്രമായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മുടെ ബൊങ്ങും ഇമ്മിന്റെ ഒക്കെ സംസാരിച്ചതിന് ഫലത്തില് ഹണ്ണ് ഇപ്പൊ അവന്റെ മനസ്സിലുള്ളത് അവളുടെ അടുത്ത് തുറന്നു പറയുന്നുണ്ട്. തനിക്ക് ഒരു ഡോക്ടർ ആവാനായിട്ട് പണ്ട് മുതലേ ഇഷ്ടമല്ലായിരുന്നെന്നും ഇനി ഒരിക്കലും താൻ അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലെന്നും, പകരം അവൻ ഇഷ്ടപ്പെട്ട എന്താണോ അതാണ് അവൻ ഇനി ആഗ്രഹിക്കാൻ പോകുന്നതെന്നും അവൻ വെട്ടിത്തുറന്ന് അവളുടെ അടുത്ത് പറയുമ്പോൾ ഇത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് അവിടെ വെച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ അമ്മ. അങ്ങനെ അതോടുകൂടി ഹണ്ണിന്റെ ചാപ്റ്റർ ക്ലോസ് ആവുകയും ഇപ്പൊ മിനിസ്റ്റർ വന്നിട്ട് ഇനി മുതൽ ഒരു കോമ്പറ്റീഷനും ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുന്ന കുട്ടികളെ അവർ പരിഗണിക്കില്ലെന്നും, അങ്ങനെയുള്ള എല്ലാ ഡ്രഗ്സ് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോസ് അവരിപ്പോൾ ഫോർമുലേറ്റ് ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്ന കാര്യം പബ്ലിക്കിന്റെ അടുത്ത് റിവീൽ ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു പിള്ളേരുടെ കയ്യിൽ നിന്ന് ഇടിച്ചെടുത്തിരിക്കുന്ന ഡ്രഗ്സ് നോക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേകതരം റിബൺ ഷേപ്പിലുള്ള ഒരു പില്ല് കാണുമ്പോൾ ഹ്വാജിൻ അത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. കാരണം മരിച്ചു പോയിട്ടുണ്ടായിരുന്ന അവന്റെ ഭാര്യയായിട്ടുള്ള ചോയുടെ ഡയറിയിലും അവന് ഇങ്ങനെ ഒരു പില്ല് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് കാണുമ്പോൾ തന്നെ ആ ഒരു ചെക്കൻ മിസ് ചോയെ കൊന്നിരിക്കുന്നത് ഈ ഒരു പില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുന്ന ഹ്വാജിനിപ്പോ അവളുടെ ഡയറി ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ ആ ഒരു പയ്യനെ കാണാനായിട്ട് അവന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ പിൽസൊക്കെ ERPV പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ടെന്നും ERPV ഇനി അധികം നാളെ ഉണ്ടാവില്ലെന്നും മിസ് ചോയുടെ കൊലപാതകമായിട്ടുള്ള ഗൂസാൻ എന്ന ആ ഒരു പയ്യൻ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഈ ഗൂസാനെ അവര് പരോളിൽ റിലീസ് ചെയ്യുന്ന ഒരു ന്യൂസും കാണിച്ചിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ചോയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഹ്വാജിന് മനസ്സിലാക്കിയിരിക്കുകയാണ്. സോ ഇനി അടുത്തതായിട്ട് എന്താണ് ഉണ്ടാവുന്നതെന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.